CPM നേതാക്കളെ പറ്റി അതിഗൗരവമായ ആരോപണം വന്നപ്പോൾ ഞങ്ങളാരും ആ നേതാക്കളുടെ സുഹൃത്തിനെയോ അല്ലെങ്കിൽ അവർ നേതാവെന്ന് പറഞ്ഞ ആളെയോ കുടുംബത്തിനെയോ ആക്രമിക്കാൻ പോയിട്ടില്ല. മുകേഷിനെതിരെ ആരോപണം വന്നപ്പോൾ ഞങ്ങൾ പിണറായി തടയാൻ പോയി. കടകംപള്ളി സുരേന്ദ്രൻ ആരോപണം വന്നപ്പോൾ ഞങ്ങൾ പാർട്ടി സെക്രട്ടറിയെ തടയാൻ പോയില്ല. AK ശശീന്ദ്രൻ ആരോപണം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൂടെ പിണറായി തടയാൻ പോയില്ല. അത് എന്നാൽ അത്തരമൊരു ആഭാസകരമായ സമരരീതിയാണ് CPM ഇപ്പോൾ വടകരയിൽ കാണിച്ചത്. ഇന്നലെ വടകര MP പങ്കെടുത്തൊരു പരിപാടി CPM തിരിച്ചുവരും. ഇന്നലെ രാത്രി ഭിന്നശേഷിക്കാരുടെ ഓണാഘോഷത്തിനായി വെച്ച ബോർഡുകൾ DYFIക്കാർ തച്ചതാണ്. പാർട്ടി പരിപാടിയിൽ പങ്കെടുത്താൽ പോലും വടകര MP തടയുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, അത് വേണ്ട, അത് നിർത്തിക്കോളും. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ആ കളി ഈ കളിയാണ്. നേതാക്കളുടെ ചരിത്രമൊക്കെ എടുത്ത് പലതും ഞങ്ങൾ വിളിച്ചു പറയുന്നു. പലതും ഞങ്ങൾ വിളിച്ചു പോയിട്ട് പല നേതാക്കളുടെയും ചരിത്രത്തിൽ നിറം കറുപ്പാണ്. ഞങ്ങൾ വിളിച്ചു പോകിയാൽ അന്തരീക്ഷം മരീസമാവും. പാർട്ടി പരിപാടികളൊന്ന് MP തടയാൻ വന്നാൽ അതൊരു യുദ്ധക്കളവുമാണ്. അങ്ങനെ നാട് യുദ്ധക്കളമാക്കാനും അന്തരീക്ഷം മലീമസമാക്കാനും ശ്രമത്തിലുണ്ട് CPM DYFIയുടെയും CPMന്റെയും പാർട്ടി ഫോറം അല്ലെങ്കിൽ പാർട്ടി തലത്തിൽ ഏത് കോണിൽ വേണേ കരുതി വെച്ചോട്ടെ, എവിടെ വേണേ പരിശോധന നടത്തിക്കോട്ടെ. ഞങ്ങൾ അതൊന്നും എതിരല്ല. അവർക്ക് വേറെ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്തരം പ്രതിഷേധങ്ങൾ അവരുടെ പാർട്ടി തലത്തിൽ നടത്തിക്കോട്ടെ. പക്ഷെ MP പങ്കെടുക്കുന്ന പൊതുപരിപാടികളിൽ MP പങ്കെടുക്കുന്ന പാർട്ടി പരിപാടികൾക്ക് നേരെ പ്രകോപനമായി വന്നാൽ അതിശക്തമായ പ്രതിരോധം കോൺഗ്രസ് പാർട്ടി. മാത്രമല്ല, ഇവർ നടത്തുന്ന സമരത്തിലൊക്കെ അല്പം ആത്മാർത്ഥതയും ധാർമ്മികതയുണ്ടെങ്കിൽ എന്തുകൊണ്ട് കൊല്ലത്തമ്പിലെ മുകേഷിനെ പ്രതിഷേധിക്കുന്നില്ല? കടകംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ട് പ്രതിഷേധിക്കുന്നില്ല? മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന തർക്കസഭ്യത്തിനെ പ്രതിഷേധിക്കുന്നില്ല? അപ്പൊ ഇവരുടെയൊക്കെ ഉദ്ദേശം അസഹിഷ്ണുതയാണ്. കോൺഗ്രസിനും UDFനും ഈ ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന പൊതു സ്വീകാര്യതയുള്ള അസഹിഷ്ണുതയാണ്. ആ അസഹിഷ്ണുത തകർക്കാനാണ് ശ്രമമെങ്കിൽ ആ നീക്കത്തെയും കോൺഗ്രസ് അതിശക്തമായി പ്രതിരോധിക്കും. അത് മാത്രമല്ല, ഭിന്നശേഷി കുട്ടികളുടെ ഓണാഘോഷത്തിന്റെ ബോർഡ് തച്ചത് പാർട്ടിയുടെയും UDFന്റെയും സ്വീകാര്യത തകർക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചിട്ടുണ്ടെങ്കിൽ അവർ കുട്ടികളെ സ്വീകരിക്കണം. ശക്തിപ്പെടുന്ന രാഷ്ട്രീയ എതിരാളികളെ 52 വെട്ടുവെട്ടിക്കൊന്ന വടകരയുടെ മണ്ണിൽ അത്തരമൊരു വെട്ട് കായികപരമായോ രാഷ്ട്രീയപരമായോ ഇനിയും നടത്താമെന്ന് CPM കരുതുന്നെങ്കിൽ അതിനെയും കോൺഗ്രസ് പ്രതിരോധിക്കും.